നമസ്കാരം. ഗ്രഹങ്ങൾ എങ്ങനെയാണ് ശരിക്കും കറങ്ങുന്നത്? ഇതിന് പിന്നിലൊരു കിഡിലൻ ഡിറ്റക്റ്റീവ് സ്റ്റോറിയുണ്ട്. ആ കഥയുടെ ചുരുളഴിക്കാൻ നമുക്കൊരുമിച്ചു പോകാം. അതായത് ഏകദേശം 2000 വർഷത്തോളം നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് എന്താ കരുതിയെന്നോ എല്ലാം ഒരു ദൈവികമായ പെർഫെക്ഷനിലാണെന്നാണ്, ഒരു പ്രത്യേക രീതിയിൽ. ആ പെർഫെക്ഷന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വൃത്തം. അതുകൊണ്ടുതന്നെ ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്നത് പെർഫെക്റ്റ് സർക്കിളുകളിലാണെന്ന് നമ്മളെല്ലാവരും അങ്ങ് ഉറപ്പിച്ചു. പക്ഷേ ഇവിടെയാണൊരു ട്വിസ്റ്റ്. നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ അതിമനോഹരമായ തിയറിയുമായിട്ട് ഒട്ടും ചേരുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ജ്യോതിശാസ്ത്രജ്ഞനായ യോഹാനസ് കെപ്ലർ പെട്ടുപോയത്. അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ മെന്ററായ ടൈക്കോ ബ്രാഹെ കൊടുത്ത ഒരു കൂമ്പാരം ഡേറ്റയുമുണ്ട്, അതും ആകാശത്തെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ കണക്കുകൾ. അപ്പോൾ കെപ്ലർ നേരിട്ട ആദ്യത്തെ തലവേദന ചൊവ്വയായിരുന്നു. ചൊവ്വയുടെ ഓർബിറ്റ് അതൊരു പെർഫെക്റ്റ് സർക്കിളിൽ ഒതുങ്ങാനേ കൂട്ടാക്കുന്നില്ല. ഇതോടെ നൂറ്റാണ്ടുകളായി നമ്മൾ വിശ്വസിച്ച പല കാര്യങ്ങളെയും കെപ്ലറിന് ചോദ്യം ചെയ്യേണ്ടി വന്നു. അങ്ങനെ വർഷങ്ങളോളം കണക്കുകൂട്ടി തല പുകഞ്ഞതിനു ശേഷം കെപ്ലർ ആ സത്യം കണ്ടെത്തി. ഗ്രഹങ്ങൾ കറങ്ങുന്നത് വട്ടത്തിലല്ല, മറിച്ച് ഒരുതരം പരന്നു വട്ടത്തിലാണ്. നമ്മളിതിനെ ദീർഘവൃത്തം അഥവാ ഇലിപ്സ് എന്ന് പറയും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും. കണ്ടില്ലേ, ഒരു സർക്കിളിന് ഒരൊറ്റ സെന്ററേ ഉള്ളൂ. പക്ഷേ ഒരു എലിപ്സിന് 2 ഫോക്കസ് പോയിന്റുകളുണ്ട്. നമ്മളിതിനെ ഫോസൈ എന്ന് പറയും. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ സൂര്യൻ നിൽക്കുന്നത് ഈ 2 പോയിന്റുകളിൽ ഒന്നിലാണ്. ഇതൊരു ചെറിയ കാര്യമല്ലായിരുന്നു കേട്ടോ. ചരിത്രത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഈ കണ്ടുപിടുത്തം. കാരണം ആകാശത്തിലെ ചലനങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെയുള്ള പെർഫെക്റ്റ് ഷേപ്പിലല്ല നടക്കുന്നെന്ന് അതോടെ തെളിഞ്ഞു. ശരി, അപ്പോൾ ആദ്യത്തെ രഹസ്യം നമ്മൾ കണ്ടെത്തി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ കറങ്ങുന്ന പാത വട്ടത്തിലല്ലെങ്കിൽ പിന്നെ ഗ്രഹങ്ങളുടെ വേഗത എപ്പോഴും ഒരുപോലെ ആയിരിക്കുമോ? അതിനും കെപ്ലർ ഒരു ഉത്തരം കണ്ടെത്തി. വളരെ ലളിതമായൊരു നിയമം. അതായത് ഒരു ഗ്രഹം സൂര്യന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ വേഗത കൂടും. ഇനി സൂര്യനിൽ നിന്ന് അകന്നു പോകുമ്പോഴോ വേഗത കുറയും. സിമ്പിൾ. ഇവിടെയാണ് ശരിക്കും രസകരമായൊരു കാര്യം വരുന്നത്. തുല്യ സമയങ്ങളിൽ തുല്യ വിസ്തീർണം. എന്താണിതിന്റെ അർത്ഥം? ഗ്രഹം സൂര്യന്റെ അടുത്ത് നിന്ന് വേഗത്തിൽ പോകുമ്പോഴും ദൂരെ നിന്ന് പതുക്കെ പോകുമ്പോഴും ഒരു നിശ്ചിത സമയം കൊണ്ട് അത് കവർ ചെയ്യുന്ന ഏരിയ അതെപ്പോഴും തുല്യമായിരിക്കും. അതായത് വേഗത കൂടിയാലും കുറഞ്ഞാലും ഈ ഏരിയയുടെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇനി നമുക്ക് കെപ്ലറുടെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കണ്ടുപിടുത്തത്തിലേക്ക് പോകാം. സൗരയൂഥത്തെ മുഴുവൻ ഒരൊറ്റ സമവാക്യത്തിൽ കോർത്തിണക്കുന്ന ഒരു മാന്ത്രിക ബന്ധം അദ്ദേഹം കണ്ടെത്തുകയാണ്. 10 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് 1619 കെപ്ലർ ആ നിയമം കണ്ടെത്തുന്നത്. അതിനെ അദ്ദേഹം ഹാർമോണിക് ലോ എന്ന് വിളിച്ചു. പ്രപഞ്ചത്തിന്റെ സംഗീതം പോലെ. ആ സമവാക്യം ഇതാണ്: p² = a³. p² = a³. കാണാൻ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ഇത് വളരെ പവർഫുള്ളാണ്. ഇതിനർത്ഥം ഒരു ഗ്രഹം സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തിന്റെ വർഗ്ഗം സൂര്യനിൽ നിന്നുള്ള അതിന്റെ ശരാശരി ദൂരത്തിന്റെ ഘനത്തിന് ആനുപാതികമായിരിക്കും. ഇത് നമുക്ക് ഭൂമിയുടെ കാര്യം വെച്ച് നോക്കാം. അപ്പോൾ ക്ലിയർ ആവും. ഇവിടെ p എന്ന് പറയുന്നത് ഗ്രഹം സൂര്യനെ ഒരു തവണ ചുറ്റിവരാൻ എടുക്കുന്ന സമയമാണ്. a എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള ശരാശരി ദൂരം. ഭൂമിയുടെ കാര്യത്തിൽ p ഒരു വർഷമാണ്, a ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റും. അപ്പോൾ 1² 1 തന്നെ. 1³ അതും 1. കണ്ടോ, കറക്റ്റായി മാച്ചാകുന്നു. ഒരു പ്രപഞ്ച താളം പോലെ. അപ്പോ കെപ്ലറുടെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം കൂടിച്ചേർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ അതോടെ മാറി. ചുരുക്കി പറഞ്ഞാൽ കെപ്ലറുടെ 3 നിയമങ്ങൾ ഇതാണ്. ഒന്നാമത്തത്, ഗ്രഹങ്ങൾ ദീർഘവൃത്തത്തിലാണ് കറങ്ങുന്നത്. സൂര്യൻ അതിന്റെ ഒരു ഫോക്കസിലായിരിക്കും. രണ്ടാമത്തത്, ഗ്രഹങ്ങൾ സൂര്യനോട് അടുക്കുമ്പോൾ വേഗത്തിലും അകലുമ്പോൾ പതുക്കെയും സഞ്ചരിക്കും. മൂന്നാമത്തത്, ആ ഫേമസ് ഇക്വേഷൻ p² = a³. ഈ നിയമങ്ങൾ വെച്ച് ഗ്രഹങ്ങൾ എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി പ്രവചിക്കാൻ പറ്റി. പക്ഷേ കെപ്ലറുടെ നിയമങ്ങൾക്കൊരു പരിമിതിയുണ്ടായിരുന്നു. ഗ്രഹങ്ങൾ എങ്ങനെയാണ് ചലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണവ അങ്ങനെ ചലിക്കുന്നതെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതായത് ഈ സ്വർഗീയ നൃത്തത്തിന്റെ ചുവടുകൾ അദ്ദേഹം കൃത്യമായി വരച്ചുകാട്ടി. പക്ഷേ ആരെയാണ് ഈ ചരട് വലിച്ചിതിനെയെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് മാത്രം ഒരു പിടിയുമില്ലായിരുന്നു. അപ്പോൾ ഗ്രഹങ്ങൾ എങ്ങനെയാണ് നൃത്തം ചെയ്യുന്നതെന്ന് കെപ്ലർ നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ ആരായിരുന്നു ആ നൃത്തത്തിന്റെ സംവിധായകൻ? ആ അവസാനത്തെ കഷ്ണം പൂരിപ്പിക്കാൻ ചരിത്രത്തിന് മറ്റൊരു വലിയ പ്രതിഭയുടെ വരവിനായി കാത്തിരിക്കേണ്ടി വന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഐസക് ന്യൂട്ടണും അദ്ദേഹത്തിന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തവും.